ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഹൃദയ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പുതിയൊരു ഫോൺ മേടിക്കാൻ പോവാണ്. ഒപ്പോ A53 മോഡൽ ഫോൺ മേടിക്കാൻ പോവാണ്. സോ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ഒക്കെ നേരത്തെ എന്തായാലും കഴിയും, കാരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും തുറക്കാതിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ മേടിക്കാൻ പോവുകയാണ്. വന്നിട്ട് ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പിറ്റേ ദിവസമാണ്. ഇൻട്രോ കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പിറ്റേ ദിവസമാണ്. ഇവിടെ ഫോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരുപാടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ A53 നമുക്ക് അൺബോക്സിനായിട്ട് പോകാം. അപ്പോൾ കേസ് ഇതാണ് ഫോണ്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിരുന്നു. അപ്പം ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് അൺബോക്സ് ചെയ്യാത്തത്? ഇപ്പോൾ ഇത് 4GB 64GB വേരിയൻ്റ് ആണ്. കണ്ടില്ലേ, ഒപ്പോടെ 18V ഫാസ്റ്റ് ചാർജറും 5000 mAh ബാറ്ററി, 16 MP സെൽഫി ക്യാമറ, 90Hz നിയോ ഡിസ്പ്ലേ, അതൊക്കെയാണ് ഇതിനകത്ത്. ഫാൻറ്റസി ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇവിടെ എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. 13+2+2 MP, 16 MP ഫ്രണ്ട് ക്യാമറയും, 16.5 cm സ്ക്രീൻ സൈസാണ്, 20.6 ഇതാണ് നമ്മുടെ, അത്രയാണ് നമ്മുടെ സ്ക്രീൻ റേഷ്യോ വരുന്നത്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ പാക്കിങ്, കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് പാക്കിങ്. നമുക്ക് ഇത് കണ്ടില്ലേ, ആദ്യം ഇങ്ങനെ തുറക്കണം. ഈ ഒരു സംഭവം ഈ ഒരു രീതിയിലുള്ളൊരു കവറാണ്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ നോർമൽ ടൈപ്പ് കവർ. അപ്പോൾ കേസ് സൈഡിൽ വെച്ചേക്കുവാണ്. ഫോക്കസിങ്ങിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. ഈ ഒരു ടൈപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോർമൽ ടൈപ്പ് കവർ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കേസ് നമ്മുടെ ഫോൺ ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു, പിന്നെ തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചാണ്. നമുക്കിത് എടുക്കാം. ഗൈസ്, ഇതാണ് ഫോണ്. ഇതെന്തായാലും എല്ലാവരും ചെയ്യുന്നാലും നമുക്ക് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഇതാണ് ഒരു ബോക്സ് ഉണ്ട്. പിന്നെ ബാക്കിലായിട്ടൊരു സിം എജക്റ്റിംഗ് ടൂൾ ഇരിപ്പുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തായാലും കവർ കാണും. പിന്നെ യൂസർ മെയ്ഡും വാറണ്ടി കാർഡൊക്കെയാണ്, എല്ലാവരും ഉള്ള പോലെ തന്നെ. യൂസർ മെയ്ഡും വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ടൈപ്പ് സി അഡാപ്റ്ററാണിത്. ഇതൊരു 18 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അത്യാവശ്യം സൈസുള്ള സാധനം. ടൈപ്പ് സി കേബിൾ. നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം. അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോൺ എടുക്കാം. നമ്മുടെ ഫോണാണ്. നമുക്കിത് കവറ് എടുക്കാം. നമ്മുടെ ഫോണ് അടിപൊളി. നമ്മുടെ ഫോൺ അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ടൈപ്പ് ഫിനിഷിംഗ് ഒക്കെ വന്ന്, ഒരു പോപ്പപ്പ് ക്യാമറയൊക്കെ വന്ന്. ഓൾറെഡി ഞാൻ ബൂട്ടിംഗ് ഒക്കെ ചെയ്തായിരുന്നു. ആ റിഫ്ലക്ഷൻ കാണാനാണ് ഫോക്കസിങ് വരാത്തത്. നല്ല കേസ് ഒരു ഗ്ലാസ് ഫിനിഷ്. നമ്മുടെ S20 അൾട്രയുടെ ഒരു ഡിസൈനാണ് ഏകദേശം. നല്ല കേസ് ഓക്കെ. ഫോൺ ഇത് നമ്മൾ അൺബോക്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. ഇത് ഒന്നുകൊണ്ട് അൺബോക്സ് ചെയ്തു. നമുക്കത് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ഓൺ ആവുന്നുണ്ട്. നമ്മുടെ ഫോൺ ഇതായിട്ട് ഓൺ ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇത് മെയിൻ സംഭവം, ഇതിൻ്റെ ആ ഒരു ആനിമേഷൻ
അടിപൊളി ആനിമേഷനാണ് ഗൈസ്. ആൻഡ്രോയിഡ് 10ൻ്റെ ആനിമേഷൻ അടിപൊളിയാണ്. അടിപൊളിയല്ലേ? ഗൈസ് നമ്മളെ ഓൾറെഡി സിമ്മൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് മെസ്സേജൊക്കെ വരാൻ തുടങ്ങിയത്. ഗൈസ് നമ്മുടെ ബോക്സും ട്രൈപോഡും എല്ലാം ഞാനിവിടെ കൊണ്ട് നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫോണ്. അടിപൊളി. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിത്തരാം. ഗൈസ് ഇതാണ്ട് നമ്മുടെ ഫോൺ ഞാൻ കുറേ കാര്യങ്ങൾ കയറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫോണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു 90 Hz ഡിസ്പ്ലേ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ സ്പെക്സിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ക്യാമറയിൽ നിന്ന് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ബാക്ക് സൈഡിൽ ഇത് എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഗ്ലാസ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഒറിജിനൽ ഗ്ലാസ് പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കറക്റ്റ് ഗ്ലാസ് പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ 3 ക്യാമറാസ് വരുന്നുണ്ട്. ഒരു ഫ്ലാഷും, അത് ഈ ഒരു രീതിയിൽ S20 അൾട്ര ഡിസൈൻ പോലെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇത് 13 MP + 2 MP ബാക്ക് ക്യാമറ പ്ലസ് ഒരു 16 MP ഫ്രണ്ടിലൊരു ഈ ഒരു ടൈപ്പ് പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമാണ്. പിന്നെ ഒരു നമ്മുടെ സാധനം ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. ഇതിൽ ഫിംഗറുണ്ട്, ഫേസ് ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ ടൈപ്പ് ലോക്സും ഉണ്ട്. ഇപ്പോൾ ഗൈസ് ഇതിൻ്റെ ക്യാമറയും ഞാനും. പിന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു Type-C ചാർജിങ് പോർട്ടുണ്ട്, ഒരു 5.3 mm ജാക്കുണ്ട്, പിന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട്, ഒരു സ്പീക്കർ ഗ്രില്ലുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു സെക്കൻഡറി അല്ല നമ്മുടെ ഫോണൊക്കെ വിളിക്കുമ്പോൾ ഉള്ള ഒരു സ്പീക്കർ കൂടെ ഉണ്ട് ഇവിടെ ആയിട്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഓവർവ്യൂ. പിന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. സെറ്റിങ്സ് എടുക്കുക കാണിക്കാം. എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ല ഗൈസ്, ColorOS 7, ആൻഡ്രോയിഡ് 10 ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. 4GB റാം വരുന്നുണ്ട്. Qualcomm SM4250 ഒക്ടാ കോർ പ്രോസസ്സർ വരുന്നുണ്ട്. ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ A53യുടെ ക്യാമറയിലാണ്. അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട് ക്യാമറ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എക്സ്പോഷർ ഷാഡോ ഒക്കെ അത്യാവശ്യം നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നേരെ മൊത്തോട്ട് തന്നെ അടിക്കുന്നു. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല, നല്ലപോലെ തന്നെ നല്ലൊരു ക്യാമറയാണ്, ഇഷ്ടപ്പെട്ട നല്ല ക്യാമറയാണ്. ഇനി നമുക്ക് ബാക്ക് ക്യാമറ നോക്കാം. ഗൈസ് നമ്മുടെ ബാക്ക് ക്യാമറയാണ്. അതല്ലേ ഗൈസ്, ഇതെല്ലാം A53യുടെ ആണ്. ഇപ്പം ഞാൻ എൻ്റെ മറ്റേ ഫോണൂടെ കാണിച്ചു തരാം ഗൈസ്. ഈ കവർ നിങ്ങൾ നോക്കണ്ട, ഇതിനുള്ള ഗൈസ് മൊത്തം ഒരു യെല്ലോയിഷ് കളറായിപ്പോയി കവറിന്. ഞാനിപ്പം ഒരു മിനിറ്റ് ഗൈസ് കവർ ഒന്ന് തുറന്നിട്ട് കാണിക്കാം. ഇതൊന്നുമില്ല ഗൈസ്, ഇതാണ് സാധനം ഗൈസ്. അടിപൊളി കളറൊക്കെയാണ്, പക്ഷേ ഈ കവർ ഒരു വല്ലാത്ത കളറായിപ്പോയി. കവർ കണ്ടില്ലേ ഗൈസ്, അടിക്കടി കളറായിപ്പോയി. അതെല്ലാം അടിപൊളിയാണ്, നല്ല സാച്ചുറേഷനൊക്കെ കയറി അടിപൊളിയാണ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം ഞങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ സൂമിങ് എത്രത്തോളം സൂം ചെയ്യുമ്പോൾ ഇത് നമുക്ക് ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 1.6x ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 6x ആക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാക്സിമം സൂമായ 6x ഇതിലേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്കിനി 4 ആക്കാം. അപ്പോൾ ഇതാണ് 4. നമുക്ക് 3 ഇട്ട് നോക്കാം. 3 ഓക്കെ ഗൈസ്, 3 ആണിത്. അപ്പോൾ നമ്മുടെ ബാക്ക് ടു മറ്റേ ക്യാമറയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നോക്കണം. ഞാൻ ഫ്രണ്ട് ക്യാമറ ആക്കാൻ പോവാണ്. കണ്ടില്ലേ ഗൈസ് ഒരു എഫക്റ്റ്, കണ്ടില്ലേ ഗൈസ്, അതൊരു പോപ്പ് ക്യാമറയുടെ ചുറ്റും ഒരു സംഭവം വരുന്നുണ്ട്.
ഫേസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് ഓക്കെ ഗൂഗിൾ വെച്ച് നോക്കാം. ഓക്കെ ഗൂഗിൾ. സാധനം വന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ ഫേസ് ലോക്കും ഫിംഗർ ലോക്കും ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊന്നും. അത്രയ്ക്കും വലുതായിട്ട് ചെയ്യാൻ മാത്രം എനിക്ക് ഒന്നും അറിയത്തില്ല. ജസ്റ്റ് കിട്ടിയപ്പം ഒന്ന് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അല്ലേ ഗൈസ്, നമ്മുടെ സാധനം. ഇതിൽ നമ്മുടെ മറ്റേ സ്മാർട്ട് അസിസ്റ്റൻ്റ് ഉണ്ട്. ഞങ്ങളാരും ഇത് യൂസ് ചെയ്യാറില്ല, തന്നെ വന്നതാണ്. അപ്പോൾ അവിടെ ഫോണുകൾക്ക് മിക്കതിനും ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു ഡ്രോവർ, ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ സാധനം ഗൈസ്. നമ്മുടെ ഒപ്പോ A53 90 Hz ഡിസ്പ്ലേ ആണ്. ഇതിന് 90 Hz നിയോ ഡിസ്പ്ലേ ആണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം, 90 Hz നിയോ ഡിസ്പ്ലേ. പിന്നെ 18 വോൾട്ട് ഫാസ്റ്റ് ചാർജർ. ഞാൻ കൊണ്ട് കുത്തിയിട്ടത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ്, ഒരു 6:15 ആയപ്പോഴാണ് ഫോൺ കിട്ടിയത്. അപ്പം ഞാൻ നേരെ ബൂട്ട് ചെയ്ത് എടുത്തുകൊണ്ട് കുത്തിയിടുമായിരുന്നു. ബൂട്ട് ചെയ്യാതെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ബൂട്ട് ചെയ്തുകൊണ്ട് കുത്തിയിട്ട് ഒരു 7-8 ആയപ്പോഴത്തേനും ഫുൾ ചാർജ് ആയി. ഒരു 10% എങ്ങാണ്ട് ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുത്തിയിട്ട് ഫുൾ ചാർജ് ആയി. 7 മണി 8 മണിയായപ്പോൾ ഫുൾ ചാർജ് 100% ചാർജായി. ഭയങ്കര സ്പീഡിൽ ചാർജ് ആയി. ഇത്ര സ്പീഡ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതായിരിക്കും ബൈ.